Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 120 ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ നമ്പർ 1 പാർട്ട് 3 ലെക്ചറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ബേസ്ഡ് ഓൺ NBC. NBC എന്ന് വെച്ചാൽ നാഷണൽ ബിൽഡിംഗ് കോഡ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മളെല്ലാ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്തേക്കുന്നതും ബിൽഡിംഗ് റൂൾസും അടങ്ങിയിരിക്കുന്ന ആ ഒരു കോഡ് ബുക്കിനെയാണ് നമ്മൾ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡിൻ്റെ ബിൽഡിങ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻലി 4 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി, അതിൻ്റെ അകത്ത് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ പർപ്പസ് അനുസരിച്ചിട്ട് ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒരു 9 കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ഫയർ റെസിസ്റ്റൻസ് ഓഫ് ദ ബിൽഡിംഗ് അതിനെ ബേസ് ചെയ്തിട്ട് ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ബേസ്ഡ് ഓൺ ദ ഹൈറ്റ്, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. റിപ്പീറ്റഡ് ആയിട്ട് KTUവിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് ബിൽഡിങ്സ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിൽഡിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിങ്സ്. എ ബിൽഡിംഗ് ഓർ edifice is a structure with a roof and walls standing more or less permanently in one place, such as a house or factory. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ റൂഫും വാൾസും ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചർ വിത്ത് സ്റ്റാൻഡിങ് മോർ ഓർ ലെസ് പെർമനൻ്റ്ലി, ഏകദേശം പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റൂഫും വാൾസും ഒക്കെ ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ബിൽഡിംഗ് കം ഇൻ വെറൈറ്റി ഓഫ് സൈസസ്, ഷേപ്സ് ആൻഡ് ഫങ്ഷൻസ്. ബിൽഡിംഗ് പലതരത്തിൽ, പല ഷേപ്പിൽ, പല സൈസിൽ, പല ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് ബിൽഡിംഗ് ഉണ്ട്. ആൻഡ് ഹാവ് ബീൻ അഡാപ്റ്റഡ് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി ഫോർ എ വൈഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഫ്രം ബിൽഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ടു വെതർ കണ്ടീഷൻസ് ടു ലാൻഡ് പ്രൈസ്, ഗുഡ് കണ്ടീഷൻസ് ഗ്രൗണ്ട് കണ്ടീഷൻ, സ്പെസിഫിക് യൂസ് ആൻഡ് എസ്തെറ്റിക് റീസൺ. ഓക്കെ, അതേപോലെ നമ്മൾ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽഡിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്നാമത്തത് മെറ്റീരിയൽസ് അവൈലബിൾ, ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതേപോലെ വെതർ കണ്ടീഷൻ. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു മോഡറേറ്റ് കണ്ടീഷനാണ് അല്ലേ, നമുക്ക് സാധാരണ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി ബ്രിക്ക് മേസൺറി വെച്ചിട്ടൊക്കെ ആയിരിക്കും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കാശ്മീരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പുള്ള ഏരിയ. അപ്പോൾ അവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ കുറച്ചുകൂടി തിക്നെസ് സ്റ്റോൺസൊക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, തണുപ്പ് അധികം അകത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ചൂടുള്ള രാജ്യങ്ങളാണെങ്കിൽ, ചൂട് കൂടിയ രാജ്യങ്ങളാണെങ്കിൽ വുഡ് ബേസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഈ വെതർ കണ്ടീഷൻ. പിന്നെ ലാൻഡ് പ്രൈസ്, ഓരോ സ്ഥലത്തെ ലാൻഡ് പ്രൈസിനനുസരിച്ച് ബിൽഡിങ് മാറും. ഗ്രൗണ്ട് കണ്ടീഷൻ, ഇപ്പോൾ നോർമലി ഉള്ള സോയിലാണെങ്കിൽ സാധാരണ രീതിയിലുള്ള വീട് വെക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടനാട് ഏരിയ, വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പൈൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്താണോ നമ്മുടെ ആവശ്യം, അതേപോലെ എസ്തെറ്റിക് അപ്പിയറൻസ്, അതിൻ്റെ ഭംഗി അനുസരിച്ച്. ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ടേം ബിൽഡിംഗ്, കമ്പയർ ദ ലിസ്റ്റ് ഓഫ് നോൺ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്. ഈ പോയിൻ്റ് ആവശ്യമില്ല. അടുത്തത് ബിൽഡിംഗ് സെർവ് സെവറൽ നീഡ്സ് ഓഫ് സൊസൈറ്റി. പ്രൈമറി as shelter from weather, security, living space, privacy, to store belongings and to comfortably live and work. ഇപ്പോൾ ബിൽഡിംഗ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സൊസൈറ്റിക്ക് ചെയ്തു തരുന്നുണ്ട്. പ്രൈമറിലി നമുക്ക് നമ്മുടെ ഷെൽട്ടറാണ്. അതേപോലെ ഷെൽട്ടർ ഫ്രം വെതർ കണ്ടീഷൻ, ചുറ്റുപാടിൽ നിന്നുള്ള ഒരു ഷെൽട്ടറായിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ ഒരു സെക്യൂരിറ്റി, നമ്മുടെ ജീവിക്കുന്ന സ്ഥലം, ലിവിങ് സ്പേസ്, നമ്മുടേതായിട്ടുള്ളൊരു പ്രൈവസി, പിന്നെ നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്ഥലം, പിന്നെ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലിവിങ് അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസ് ആണ് ഒരു ബിൽഡിംഗ് എന്ന് വെച്ചാൽ.
എ ബിൽഡിംഗ് ആസ് എ ഷെൽട്ടർ റെപ്രസെൻറ്റ് എ ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഹ്യൂമൻ ഹാബിറ്റേറ്റ്. അതായത് നമ്മൾ താമസിക്കുന്ന കംഫർട്ടബിളും സേഫും ആയിട്ടുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ഒരു ബിൽഡിംഗ് ഷെൽട്ടർ, ഇപ്പോൾ നമ്മുടെ വീടാണെങ്കിൽ അതിനാണ് നമ്മൾ ഷെൽട്ടർ എന്ന് പറയുന്നത്. അത് നമുക്ക് കംഫർട്ടബിളും സേഫും ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതാണ് ജനറലായിട്ടൊരു ബിൽഡിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മെയിൻ പാർട്ട്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ്. ഇതിന് നമ്മൾ NBC എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ആസ് പെർ NBC. ആസ് പെർ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ, ബിൽഡിംഗ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ്. ദേ ആർ ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസി. ബിൽഡിംഗ് ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. മെജോറിറ്റി ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നത്. ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസി. അക്കോർഡിംഗ് ടു ദ നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ SP7 1983. SP7 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിൻ്റെ പേരാണ് SP7. 1983 എന്ന് വെച്ചാൽ അത് റിവൈസ് ചെയ്ത, ആ കോഡ് ബുക്ക് റിവൈസ് ചെയ്ത ഇയറാണ് 1983. ദ ബിൽഡിംഗ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസി ആസ് പെർ ഫോളോയിങ്. ഓക്യുപ്പൻസി അനുസരിച്ച് ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഇതാണ്. ഒന്നാമത്തത് ഗ്രൂപ്പ് എ. ഇതൊന്നും തിരിഞ്ഞു പോരുത്. ഗ്രൂപ്പ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. These shall include any building in which sleeping accommodation is provided for normal residential purpose with or without cooking or dining or both facility, except any building classified under Group C. ഓക്കെ, അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നോർമൽ റെസിഡൻഷ്യൽ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് ആണ്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ കുക്കിംഗ് ഫെസിലിറ്റി ഉണ്ടാവും, ഡൈനിങ് ഫെസിലിറ്റി ഉണ്ടാവും, ചിലപ്പോൾ രണ്ടും ഉണ്ടാകണമെന്നില്ല. ഓക്കെ, പിന്നെ ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് സി നമ്മൾ അടുത്ത സ്ലൈഡിലൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഗ്രൂപ്പ് സിയിൽ ഇല്ലാത്ത ബിൽഡിങ്ങിനെ നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയും. കാരണം ഈ ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഓർഫണേജ് ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതും വേണമെങ്കിൽ ഈ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഉണ്ടാവും, ഡൈനിങ് ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എക്സെപ്റ്റ് ഗ്രൂപ്പ് സി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് സിയിലുള്ള ബിൽഡിങ്ങിനെ നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇനി റെസിഡൻഷ്യൽ ടൈപ്പ് ബിൽഡിങ്സ് ആർ ഫർദർ സബ് ഡിവൈഡഡ് ആസ് ഫോളോ. റെസിഡൻഷ്യൽ ടൈപ്പ് ബിൽഡിങ്ങിനെ നമുക്ക് വീണ്ടും 5 ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് എ ആയതുകൊണ്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ A1, A2, A3, A4, A5 എന്നാണ് നമ്മൾ പറയുന്നത്. A1 എന്ന് പറഞ്ഞാൽ ലോഡ്ജിങ് ഓർ റൂമിംഗ് ഹൗസ്. നമ്മൾ എവിടെയെങ്കിലും ട്രാവലിനൊക്കെ പോകുമ്പോൾ നമ്മൾ ടെമ്പററി 1 വീക്ക് 2 വീക്ക് ഒക്കെ ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ലോഡ്ജിങ്. അത് സിംഗിൾ റൂം ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി റൂംസൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തത് 1 or 2 ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിങ്സ്. 1 or 2 ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ഡ്വെല്ലിംഗ് ബിൽഡിങ്സ്. A3 എന്ന് പറഞ്ഞാൽ ഡോർമെട്രീസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു വലിയ ഹോളായിരിക്കും, അതിൻ്റെ അകത്ത് ഒരു 10 മുകളിലുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ഒരുമിച്ച് ആ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. A4 എന്ന് വെച്ചാൽ അപ്പാർട്ട്മെൻറ്റ് ഹൗസസ് അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ. എന്തായിരിക്കും, ഒരു 6 ഫാമിലിക്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ താമസിക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിനാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഹൗസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. A5 എന്ന് വെച്ചാൽ ഹോട്ടൽ, 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽസൊക്കെ നമുക്ക് അവൈലബിൾ. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസിയിൽ ഫസ്റ്റ് വൺ, ഗ്രൂപ്പ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന്, സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഫോർ നോർമൽ റെസിഡൻഷ്യൽ പർപ്പസ്. നമ്മുടെ സാധാ ജീവിതത്തിന് വേണ്ടിയിട്ട് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഉള്ള ബിൽഡിങ്സിനാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കുക്കിംഗ് ഫെസിലിറ്റി, ഡൈനിങ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കും. അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 5 ലോഡ്ജിങ്, ഫാമിലി ഡ്വെല്ലിംഗ്, ഡോർമെട്രി, അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ്, ഹോട്ടൽസ്. ഓക്കെ, നമ്മുടെ സാധാരണ ഒരു വീട്, നമ്മൾ താമസിക്കുന്ന വീട്, ഗസ്റ്റ് ഹൗസുകൾ, അപ്പാർട്ട്മെൻറ്റ്, ഹോട്ടൽസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താം. അടുത്ത ഗ്രൂപ്പ് ബി, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ദേ ഷാൽ ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് യൂസ്ഡ് ഫോർ സ്കൂൾ, കോളേജസ്, ഡേ കെയർ പർപ്പസ്. അപ്പോൾ സ്കൂൾ പർപ്പസിന് വേണ്ടിയിട്ടും കോളേജ് പർപ്പസിന് വേണ്ടിയിട്ടും ഡേ കെയർ പർപ്പസിന് വേണ്ടിയിട്ടുമുള്ള ബിൽഡിങ്സിനാണ് എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. വിച്ച് ഇൻവോൾവ്സ് അസംബ്ലി ഫോർ ഇൻസ്ട്രക്ഷൻ, എഡ്യൂക്കേഷൻ ഓർ റിക്രിയേഷൻ വിച്ച് ഡസ് നോട്ട് കവേർഡ് ബൈ ഗ്രൂപ്പ് ഡി. ഇപ്പോൾ ഇവിടെയും നമുക്കൊരു പോയിന്റ് പറയുന്നുണ്ട്, ഗ്രൂപ്പ് ഡിയിൽ കവർ ആകാത്ത
ഈ പർപ്പസുള്ള, അതായത് സ്കൂള്, കോളേജ്, ഡേ കെയർ, ഈ പർപ്പസിലുള്ള ബിൽഡിങ്സിനെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡി എന്താണെന്ന് നമ്മൾ ഫർദർ സ്ലൈഡുകളിൽ പറയും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ടത് buildings which are used for school, college, daycare purpose, which involve assembly for instruction, education, recreation. നമ്മുടെ സാധാരണ സ്കൂൾ ബിൽഡിങ്സ്, കോളേജ് ബിൽഡിങ്സ്, ഇതെല്ലാം നമുക്ക് എഡ്യൂക്കേഷണൽ ബിൽഡിങ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയാം. അടുത്തത് ഗ്രൂപ്പ് സി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ്. They shall include any buildings used for the purpose such as medical or other treatment. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിൽഡിങ് പല പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന പർപ്പസ് എന്തൊക്കെയാണെന്നാണ്. ഒന്നെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി, കെയർ ഓഫ് പേഴ്സൺ സഫറിങ് ഫ്രം ഫിസിക്കൽ ഓർ മെൻ്റൽ ഇൽനെസ്. ആൾക്കാർ ഫിസിക്കൽ, അതായത് വികലാംഗരായിട്ടുള്ള ആൾക്കാർ, കേൾവി ശക്തി ഇല്ലാത്തവർ, അതേപോലെ മെൻ്റൽ ഇൽനെസ്, മെൻ്റൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള ബിൽഡിങ്സ്. ഡിസീസസ് ഓർ ഇൻഫേർണിറ്റി, കെയർ ഓഫ് ഇൻഫൻസ്, convalescents or aged persons. Okay, അപ്പോൾ these buildings are used for the purpose. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ് ആണ്. ഒന്ന്, മെഡിക്കൽ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിംഗ്. ആൾക്കാരുടെ കെയർ, ഏതൊക്കെ പേഴ്സൺസ്, ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ്, അതേപോലെ എന്തെങ്കിലും വൈകല്യങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ കെയറിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സ്. മെൻ്റൽ ഇൽനെസ്സിനുള്ള ബിൽഡിങ്സ്, അതേപോലെ കൊച്ചുകുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരു സുഖത്തിന് വേണ്ടി, ഈ ഒരു വേർഡിൻ്റെ അർത്ഥം അതാണ്, സുഖസൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ബിൽഡിങ്സ്. പിന്നെ വൃദ്ധസദനം, ഏജ്ഡ് പേഴ്സൺസിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് ഓർഡിനറിലി പ്രൊവൈഡ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഫോർ ദ ഓക്യുപ്പൻസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ താമസക്കാർക്ക് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് ആർ ഫർദർ സബ് ഡിവൈഡഡ് ആസ് ഫോളോ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് സി ആയതുകൊണ്ട് അതിന് C1, C2, C3 എന്നാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തത് ഹോസ്പിറ്റൽസ്, അടുത്തത് കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൂന്നാമത്തത് പീനൽ ഓർ മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റൽസ് നിങ്ങൾക്കറിയാം. കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജയിലുകളിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ അതേപോലെ ഈ വൃദ്ധസദനം, അതേപോലെ കുട്ടികളെ നോക്കുന്ന സ്ഥലങ്ങൾ. പീനൽ ഓർ മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റൽ, ഫിസിക്കൽ പ്രശ്നങ്ങളായിട്ടുള്ള ആൾക്കാരെ താമസിക്കാനുള്ള സ്ഥലങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിൽ വരുന്നത്. ഹോസ്പിറ്റലാണ് ഏറ്റവും ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ. അടുത്തത് ഗ്രൂപ്പ് ഡി. ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ അസംബ്ലി ബിൽഡിംഗ്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാറ്റഗറി ഓഫ് ആൾക്കാർ ഒന്നിച്ച് കൂടുന്ന ബിൽഡിംഗ്. അവർ ഒന്നിച്ച് കൂടുന്നത് പല പർപ്പസിനായിരിക്കാം. സിനിമ കാണാനായിരിക്കാം, റിക്രിയേഷൻ ആയിരിക്കാം, മീറ്റിങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലായിരിക്കാം. അങ്ങനെ പല പർപ്പസിനായിരിക്കും. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അസംബ്ലി ബിൽഡിങ്സ്. These shall include any building or part of building where group of people gather. ഈ ഒരു വേർഡ് പഠിക്കണമെന്നില്ല, നിങ്ങൾ ടഫായിട്ടുള്ള വേർഡ്സൊക്കെ എൻ്റെ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. These shall include building or part of building. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ബിൽഡിംഗ് ആയിരിക്കാം. വേർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗ്യാദർ ഫോർ, എന്തിനൊക്കെയാണ് അവർ ഗ്യാദർ ചെയ്യുന്നത് നോക്കാം. അമ്യൂസ്മെൻറ്റ്, റിക്രിയേഷൻ, സോഷ്യൽ, റിലീജിയസ്, പാട്രിയോട്ടിക്, സിവിൽ, ട്രാവൽ ആൻഡ് സിമിലർ പർപ്പസ്. ഇതേപോലത്തെ കാര്യങ്ങൾക്ക് അത് റിലീജിയസ് പർപ്പസിനായിരിക്കാം, പള്ളികളായിരിക്കാം, പാട്രിയോട്ടിക് ആയിരിക്കാം, നിയമസഭ പോലത്തെ സ്ഥലങ്ങൾക്കായിരിക്കാം, സിവിലായിരിക്കാം, ട്രാവൽ പർപ്പസിന് എയർപോർട്ടിലോ ബസ് സ്റ്റാൻഡിലൊക്കെ ആയിരിക്കാം, മറ്റ് പർപ്പസുകൾ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ തിയേറ്ററുകൾ, മോഷൻ പിക്ചർ ഹൗസ്, അസംബ്ലി ഹാൾ, നിയമസഭാ മന്ദിരം, ഓഡിറ്റോറിയം, എക്സിബിഷൻ ഹാളുകൾ, മ്യൂസിയം, സ്കേറ്റിംഗ് റിങ്സ്, നമ്മൾ സ്കേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളില്ലേ, ജിംനേഷ്യം, റെസ്റ്റോറൻറ്റ്സ്, പ്ലേസ് ഫോർ വർക്ക്ഷിപ്പ്, പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ, ഡാൻസ് ഹാളുകൾ, ക്ലബ്ബുകൾ, ഇതെല്ലാം ഈ ഒരു അസംബ്ലി ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അസംബ്ലി ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് ആർ ഫർദർ സബ് ഡിവൈഡഡ് ആസ് D1, D2, D3, D4, D5 ആ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് ദ ബിൽഡിങ്സ് ഹാവിങ് തിയേറ്ററിക്കൽ സ്റ്റേജ് ആൻഡ് ഫിക്സഡ് സീറ്റ് ഓഫ് ഓവർ 1000. അതായത് നമ്മുടെ
ഓഡിറ്റോറിയം നമ്മുടെ കോളേജിലെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ നിന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഇല്ലേ, അതിനാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഉള്ള ബിൽഡിംഗ്, അതേപോലെ 1000-ന് മുകളിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഈ ഒരു കാറ്റഗറി ബിൽഡിങ്സിനാണ് നമ്മൾ D1 എന്ന് പറയുന്നത്. D2 എന്ന് പറഞ്ഞാൽ തിയേറ്റോറിയൽ സ്റ്റേജ് ഉണ്ടാകും, പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റി ലെസ് ദാൻ 1000 ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നമ്മളുടെ വ്യത്യാസം, ഇത് 1000-ന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഇത് 1000-ൽ താഴെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇനി D3-യും D4-ഉം ഏകദേശം സെയിം ആണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റേജ് ഫെസിലിറ്റി ഇല്ല. വിത്തൗട്ട് സ്റ്റേജ്, ഹാവിങ് അക്കോമഡേഷൻ ഫോർ 300 ഓർ മോർ പേഴ്സൺ ബട്ട് നോ പെർമനൻറ്റ് സീറ്റ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ഇല്ല, നിന്ന് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒന്നുമില്ല, 300-ന് മുകളിൽ അക്കോമഡേഷൻ അവൈലബിൾ ആണ്, പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ള സീറ്റിംഗ് ഫെസിലിറ്റി ഇല്ല. ഇപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ ചെല്ലുമ്പോൾ സീറ്റ് അടുക്കി വെച്ചേക്കുന്നതാണല്ലോ. അപ്പോൾ അതേപോലെ സീറ്റ് ഉണ്ട്, പക്ഷേ അത് പെർമനൻ്റ് അല്ല, നമുക്ക് ആവശ്യമുള്ള സ്പേസിൽ നമുക്ക് എടുത്ത് അറേഞ്ച് ചെയ്തിടുക. അടുത്ത D4 എന്ന് പറഞ്ഞാൽ ഈ സെയിം കാറ്റഗറി, D3-യുടെ അതേ കാറ്റഗറിയാണ്, സ്റ്റേജ് ഇല്ല, അക്കോമഡേഷൻ ഫോർ ലെസ് ദാൻ 300 പേഴ്സൺ. അപ്പോൾ ഇവിടെ 300-ന് മുകളിൽ ആൾക്കാരുടെ അക്കോമഡേഷൻ, D4-ൽ 300-ൽ താഴെ ആൾക്കാരുടെ അക്കോമഡേഷൻ. D5 എന്ന് പറയുമ്പോൾ ഓൾ അതർ സ്ട്രക്ചേഴ്സ് ഡിസൈൻഡ് ഫോർ അസംബ്ലി ഓഫ് പീപ്പിൾ നോട്ട് കവേർഡ് ബൈ 1 to 4. ഈ D1 മുതൽ D4 വരെ കവർ ചെയ്യാത്ത പല ബിൽഡിങ്ങുകളും ഉണ്ടാവും, അതിനെ നമ്മൾ D5 കാറ്റഗറിയിൽ പെടുത്തും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഫിഗർ ഇവിടെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മീറ്റിംഗ് ഹാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഹാളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാർ വന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്? ഏകദേശം 500-ന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ബിൽഡിങ്ങുകൾ, ഇതിനെയാണ് നമ്മൾ അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയും. അടുത്ത് ഗ്രൂപ്പ് E, ബിസിനസ് ബിൽഡിംഗ്. These shall include any building or part of building which are used for transaction of business, for keeping of accounts and records and similar purpose. ഈ ടൈപ്പ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇൻക്ലൂഡ്സ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് ബിൽഡിംഗ്, അതൊരു മൊത്തത്തിലുള്ള ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഒരു പാർട്ടായിരിക്കാം. വിച്ച് ആർ യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്, പല ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കീപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡ്സ്, സിമിലർ പർപ്പസ്. പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വന്നിട്ട് പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. പ്രൊഫഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, ഇപ്പോൾ നമുക്കൊരു ക്ലിനിക്ക് ഇടാം അല്ലേ, അതെൻ്റെ ഒരു പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതേപോലെ ഒരു ലോയറാണ്, ലോയറിൻ്റെ ഒരു ഓഫീസ്, അതൊരു പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. സർവീസ് ഫെസിലിറ്റീസ് എക്സെട്ര. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വന്നിട്ട് സിറ്റി ഹാൾ, ടൗൺ ഹാൾ, കോർട്ട് ഹൗസസ്, ലൈബ്രറി will be classified in this group so far as primary function of these are transaction of public business and keeping of books and records. Okay, അപ്പോൾ business type of buildings are further subdivided as follows. So business buildings നമുക്ക് further divide ചെയ്യാം. E1, E2, E3. E1, E2, E3. Okay, ഇതിൻ്റെ അകത്ത് ഓഫീസസ്, ബാങ്ക്സ്, പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. E1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഓഫീസസ് വരും, പല ബാങ്കുകൾ വരും. പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്തൊക്കെയാവാം? ഓഫീസസ് ഓഫ് ആർക്കിടെക്റ്റിൻ്റെ ഓഫീസ്, എഞ്ചിനീയറുടെ ഓഫീസ്, ഡോക്ടറുടെ ഓഫീസ്, ലോയറിൻ്റെ ഓഫീസ്, ഇതെല്ലാം പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. E2 കാറ്റഗറിയിൽ ലബോറട്ടറി വരും, റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരും, ടെസ്റ്റ് ഹൗസുകൾ വരും. E3 കാറ്റഗറിയിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റലേഷൻ ആയിട്ടുള്ള ബിൽഡിംഗ്. ഓക്കെ, ഇതിപ്പോൾ ഒരു കോർട്ട് ബിൽഡിംഗ് ആണ് കാണിച്ചേക്കുന്നത്, കോർട്ടിൻ്റെ ഒരു ബിൽഡിംഗ്. ഓക്കെ, അടുത്തത് ഗ്രൂപ്പ് F, മെർച്ചൻഡൈൽ ബിൽഡിങ്സ്, അതായത് നമ്മുടെ കടകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഷാൽ ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് ബിൽഡിംഗ് വിച്ച് ഈസ് യൂസ്ഡ് as ഷോപ്പ്, സ്റ്റോർ, മാർക്കറ്റ് ഫോർ ഡിസ്പ്ലേ ആൻഡ് സെയിൽ ഓഫ് മെർച്ചൻഡൈസ്. ഇതെന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ബിൽഡിംഗ് ആവാം. യൂസ്ഡ് ഫോർ ഷോപ്പിന് വേണ്ടി, സ്റ്റോറായിട്ടും മാർക്കറ്റായിട്ടും, പിന്നെ ഡിസ്പ്ലേ ആൻഡ് സെയിൽ ഓഫ് മെർച്ചൻഡൈസ്, either wholesale or retail. Mercantile type of buildings are further divided as follows. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാം, ഇതൊരു സ്റ്റോറാണ്, കടയാണ്. ഇതൊക്കെ നമുക്ക് ഈ ഒരു മെർച്ചൻഡൈസ് ബിൽഡിങ്സിലായിരുന്നു വരുന്നത്. ഇനി മെർച്ചൻഡൈസ് ബിൽഡിങ്സിന് നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാം, F1 എന്നും F2 എന്നും. F1 ടൈപ്പ് ക്ലാസിഫിക്കേഷനിൽ ഷോപ്പ്, സ്റ്റോർ, മാർക്കറ്റ് വിച്ച് കവർ ഏരിയ അപ് ടു 500 meter square.
അപ്പോൾ 500 മീറ്റർ സ്ക്വയറിൻ്റെ അകത്ത് വരുന്ന കടകൾ, സ്റ്റോറുകൾ, മാർക്കറ്റുകൾ, അതിനെയാണ് നമ്മൾ F1 കാറ്റഗറിയിൽ പെടുത്തുന്നത്. F2 എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് വിത്ത് ഏരിയ മോർ ദാൻ 500 മീറ്റർ സ്ക്വയർ. അപ്പോൾ ലെസ് ദാൻ 500 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ F1 വരും, ഗ്രേറ്റർ ദാൻ 500 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ F2 കാറ്റഗറി വരും. അത് ഓർത്തിരുന്നാൽ മതി. അടുത്തത് ഗ്രൂപ്പ് G, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. They shall include any building or part of building or structure in which products or materials of all kinds and properties are fabricated, assembled, manufactured or processed. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആകാം, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു ചെറിയ പാർട്ടായിരിക്കാം. ഇൻ വിച്ച് പ്രൊഡക്റ്റ് ഓർ മെറ്റീരിയൽസ്, പല ടൈപ്പിലുള്ള പ്രൊഡക്റ്റോ മെറ്റീരിയൽസോ എന്തായിരിക്കും, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, അസംബിൾ ചെയ്യുന്നതായിരിക്കാം, മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് ആയിരിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലി പ്ലാന്റ്സ്, ലബോറട്ടറി, ഡ്രൈ ക്ലീനിങ് പ്ലാന്റ്, പവർ പ്ലാന്റ്, പമ്പിംഗ് സ്റ്റേഷൻ, സ്മോക്ക് ഹൗസ്, ലോണ്ടറി, ഗ്യാസ് പ്ലാന്റ്സ്, റിഫൈനറി, സോ മിൽസ്, എക്സെട്ര. ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ആർ ഫർദർ സബ്ഡിവൈഡഡ് ആസ് ഫോളോസ്. ഇൻഡസ്ട്രിയൽ ടൈപ്പ് ബിൽഡിങ്ങിനെ നമുക്ക് വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യാം. ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ലോ ഹസാഡസ് ഇൻഡസ്ട്രി, അധികം ഹസാഡസ് അല്ലാത്ത ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ്. മീഡിയം ഹസാഡ്, ഹൈ ഹസാഡ് ഇൻഡസ്ട്രി. നമുക്കറിയാം ഇൻഡസ്ട്രി എന്തെങ്കിലും സിമെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കാം, ലോണ്ടറീസ്, അങ്ങനത്തെ പല ഏത് ഇൻഡസ്ട്രി വേണമെങ്കിലും ആവാം. അടുത്തത് സ്റ്റോറേജ് ഹൗസ്. സ്റ്റോറേജ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, എന്തെങ്കിലും ഗുഡ്സ്, കമ്മോഡിറ്റീസൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വലിയ ഷെൽട്ടർ, സ്റ്റോറേജ്. These shall include any building or part of building used primarily for storage or sheltering of goods. ആദ്യമേ പ്രൈമറി ആയിട്ട് ഒരു ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ബിൽഡിംഗ് ആയിരിക്കാം, അത് സ്റ്റോറേജ് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഷെൽട്ടറിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. വെയേഴ്സ് ഓർ മെർച്ചൻഡൈസ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആകാം, പ്രൊഡക്ട്സ് ആകാം, വെഹിക്കിൾസ് സ്റ്റോർ ചെയ്യാനാകാം, ആനിമൽസിനെ കൂട്ടിലിടുന്ന ഒരു വലിയ ഇതായിരിക്കാം, വെയർ ഹൗസ് ആയിരിക്കാം, കോൾഡ് സ്റ്റോറേജ് ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. സ്റ്റോറേജ് പർപ്പസിനായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ട്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്ട്സ് മൊത്തം ശേഖരിച്ച് വെക്കുന്ന ഈ ഒരു ബിൽഡിങ്സിനെ നമുക്ക് സ്റ്റോറേജ് ബിൽഡിങ്സ് എന്ന് പറയും. ലാസ്റ്റ് വൺ, ഗ്രൂപ്പ് J, ഹസാഡസ് ബിൽഡിംഗ്. This shall include any building or part of building which is used for storage, handling, manufacturing and processing of highly combustible or explosive materials or products. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസാഡസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹൈലി എക്സ്പ്ലോസിബിളും പൊട്ടുന്നത് കമ്പസ്റ്റബിളും ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിങ്, ഹാൻഡിലിങ്, സ്റ്റോറിങ്, പ്രോസസ്സിങ്, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങോ പാർട്ട് ഓഫ് ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഹസാഡസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി വേണമെന്നില്ല, നമ്മൾ ജസ്റ്റ് വായിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഇതിൻ്റെ അകത്ത് നിൽക്കുന്നവരുടെ ഡ്രസ്സ് കണ്ടോ, PPE കിറ്റൊക്കെ ധരിച്ച് മാസ്കൊക്കെ ഇട്ടൊക്കെയാണ് അവർ നിൽക്കുന്നത്. ഇത് എന്തെങ്കിലുമൊക്കെ സ്മോക്കോ അല്ലെങ്കിൽ നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസി വരുന്നത്. ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസി നമ്മൾ ബിൽഡിങ്ങിനെ ABCDEFGHJ ഈ രീതിയിൽ 9 ക്ലാസിഫിക്കേഷൻ ആക്കി, അല്ലെങ്കിൽ 9 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ. ആ ബിൽഡിംഗ് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അതനുസരിച്ച് ബിൽഡിങ്സിനെ നമ്മൾ 6 കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ പ്രിഡോമിനൻ്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആർ ക്ലാസിഫൈഡ് ആസ്. ഒന്നാമത്തത് എർത്തേൺ ബിൽഡിംഗ്. എർത്തേൺ ബിൽഡിംഗ്, ഇറ്റ് ഈസ് എ ബിൽഡിംഗ് മെയ്ഡ് ലാർജ്ലി ഫ്രം സോയിൽ. പണ്ട് കാലത്തൊക്കെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്ന വെച്ചൊരു ബിൽഡിങ്ങാണ്. ഇതാ ഈ ഒരു ഫിഗറിൽ കാണാം, ചെളി, ക്ലേ ഒക്കെ വെച്ചിട്ട് നമ്മൾ തൂണൊക്കെ കെട്ടിപ്പോകുന്നു. ഇത് സോയിൽ വെച്ചിട്ട് തന്നെ, സാധാരണ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്ന ചെളി, ക്ലേ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ബിൽഡിംഗ്, അതിനാണ് നമ്മൾ എർത്തേൺ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ടാച്ച്ഡ് ബിൽഡിംഗ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് റൂഫ് ഈസ് ഫുള്ളി മെയ്ഡ് വിത്ത് ഡ്രൈ വെജിറ്റേഷൻ സച്ച് എസ് സ്ട്രോ, വാട്ടർ റീഡ്, സീഡ്, റഷസ്, ലെയറിങ് ദ വെജിറ്റേഷൻ. ടാച്ച്ഡ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കോല് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പുര, അല്ലെങ്കിൽ ഓലപ്പുര എന്നൊക്കെ പറയത്തില്ലേ, നോർമൽ വെജിറ്റേഷൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും ആ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇതാ ഇതുപോലെയൊക്കെ ഇരിക്കും. അതിൻ്റെ റൂഫ് മെയിനായിട്ട്
എന്തെങ്കിലും ടൈപ്പ് ഇലകൾ വെച്ചിട്ടോ വൈക്കോൽ വെച്ചിട്ടോ അതൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് മേസൺറി സ്ട്രക്ചർ. ദിസ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് വെർ ലോഡ് ബെയറിംഗ് വാൾസ്, നോൺ ലോഡ് ബെയറിംഗ് വാൾസ്, ചിമ്മിനീസ് എക്സെട്ര ആർ മെയ്ഡ് ഓഫ് നോൺ റീഇൻഫോഴ്സിങ് മെറ്റീരിയൽ. അതായത് ഇപ്പോഴത്തെ വീടുകളെല്ലാം കോൺക്രീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യും. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ കമ്പി. അപ്പോൾ കോൺക്രീറ്റോ റീഇൻഫോഴ്സ്മെൻറ്റോ യൂസ് ചെയ്യാത്ത ബിൽഡിംഗ്, അതിനെയാണ് നമ്മൾ മേസൺറി ബിൽഡിംഗ് എന്ന് പറയുന്നത്. മേസൺറി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ബ്രിക്ക് മേസൺറി ഉണ്ട്, സ്റ്റോൺ മേസൺറി ഉണ്ട്. ബ്രിക്ക് എന്ന് വെച്ചാൽ സാധാരണ ഇഷ്ടികം വെച്ച് മാത്രം കെട്ടിപ്പൊക്കുന്ന സ്ട്രക്ചർ. സ്റ്റോൺ മേസൺറി എന്ന് വെച്ചാൽ സ്റ്റോൺസ് വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാക്കണ്ടോ, ഇതിൻ്റെ അകത്ത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ കോളം, ഇതിൻ്റെ അകത്ത് വരുന്ന ബീം, ഇതെല്ലാം ബ്രിക്സ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ മെമ്പറും ബ്രിക്ക് വെച്ചിട്ട് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതിനെയാണ് നമ്മൾ ബ്രിക്ക് മേസൺറി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ റീഇൻഫോഴ്സ്മെൻറ്റോ കമ്പിയോ ഒന്നും ഇതിൻ്റെ അകത്തൊന്നും വരുന്നില്ല. അടുത്തത് വുഡൻ ബിൽഡിംഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദ ബിൽഡിങ്സ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടിമ്പർ പ്രൊഡക്ട്സ്. വുഡ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ബിൽഡിങ്സിനെയാണ് നമ്മൾ ടിമ്പർ അല്ലെങ്കിൽ വുഡൻ ബിൽഡിംഗ് എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ പാർട്സ് എല്ലാം നമ്മൾ വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് പോർഷനിൽ ഗ്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മേജർ പോർഷൻ വുഡ് വെച്ചിട്ട് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്തത്. അടുത്തത് സ്റ്റീൽ ബിൽഡിംഗ്. എ സ്റ്റീൽ ബിൽഡിംഗ് ഈസ് എ മെറ്റൽ സ്ട്രക്ചർ ഫാബ്രിക്കേറ്റഡ് വിത്ത് സ്റ്റീൽ ഫോർ ദ ഇൻറ്റേർണൽ സപ്പോർട്ട് ആൻഡ് ഫോർ എക്സ്റ്റീരിയർ ക്ലാഡിംഗ്. അപ്പോൾ സ്റ്റീൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ്, പല ടൈപ്പിലുള്ള സ്റ്റീലൊക്കെ എടുത്തിട്ട് നമ്മൾ നെട്ടടിച്ചും ബോൾട്ട് അടിച്ചും വെൽഡ് ചെയ്തൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിനാണ് സ്റ്റീൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് സ്കെലിറ്റൺ ഓഫ് ദ ബിൽഡിംഗ് ഈസ് മേഡ് അപ്പ് ഓഫ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ എൻ്റയർലി ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് വരുന്ന സ്കെലിറ്റൻ സ്ട്രക്ചർ, ബീം, കോളം, ഫൗണ്ടേഷന്, അതിൻ്റെ സ്ലാബ് എല്ലാം നമ്മൾ സ്റ്റീൽ വെച്ചിട്ടായിരിക്കും. പിന്നെ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഗ്ലാസും മറ്റ് പെയിൻറ്റിങ്സും അതും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് വൺ RCC ബിൽഡിംഗ്. RCC എന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ബിൽഡിംഗ്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബിൽഡിംഗ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റീൽ ബിൽഡിങ്ങും ഇതാണ് സ്റ്റീൽ ബിൽഡിംഗ്. കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ റൂഫ്, ഇതിൻ്റെ സൈഡ്, ഇതിൻ്റെ അകത്ത് വരുന്ന ട്രസ് വർക്ക് അല്ലേ. ട്രസ് വർക്ക് എന്ന് വെച്ചാൽ ഈ റൂഫിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇതേപോലത്തെ വർക്കുകളുണ്ട്. ഇതെല്ലാം നമ്മൾ സ്റ്റീൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതാണ് RCC ബിൽഡിംഗ്. RCC ബിൽഡിംഗ് എന്ന് പറയുന്നത് ഉണ്ട് കോളം, ഈ വെർട്ടിക്കൽ മെമ്പറാണ് കോളം, ഇതാണ് ബീംസ്, ഹൊറിസോണ്ടൽ മെമ്പർ. ഇതെല്ലാം നമ്മൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അതായത് കോൺക്രീറ്റ് ഉണ്ട്, കോൺക്രീറ്റിൻ്റെ അകത്ത് സ്റ്റീലും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തള്ളി നിൽക്കുന്ന സ്റ്റീലുകൾ കാണാം. ഇത് ഈ കോളത്തിൻ്റെ അകത്തൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് RCC ബിൽഡിങ്സ്. അപ്പോൾ മെറ്റീരിയൽസ് അനുസരിച്ച് നമ്മൾ 6 ക്ലാസിഫിക്കേഷൻ, 6 ടൈപ്പ് ഓഫ് ബിൽഡിങ് പറഞ്ഞു. ഇനി അടുത്ത ബേസ്ഡ് ഓൺ ഹൈറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അനുസരിച്ച്, ബേസ്ഡ് ഓൺ ദ ഹൈറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ബിൽഡിങ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ട്, ലോ റൈസ് ബിൽഡിംഗ് ഉണ്ട്. 15 മീറ്ററിന് മുകളിലുള്ള ബിൽഡിങ്ങിന് നമ്മൾ ഹൈ റൈസ് ബിൽഡിംഗ് എന്ന് പറയും. 15 മീറ്ററിൽ താഴെയുള്ള ബിൽഡിംഗ്, 15 മീറ്റർ ഹൈറ്റിൽ താഴെയുള്ള ബിൽഡിങ്ങിനെ നമ്മൾ ലോ റൈസ് ബിൽഡിംഗ് എന്ന് പറയും. ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്, 1 നില 2 നില വീടൊക്കെ ലോ റൈസ് ബിൽഡിംഗാണ്. നമ്മുടെ കോളേജ് 4-5 നില ഉണ്ടാവും, അതൊക്കെ ഹൈ റൈസ് ബിൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരും. അടുത്ത ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റൻസ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ട് ബിൽഡിങ്ങിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ ഫയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ബിൽഡിങ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറി. ഒന്നാമത്തത് ടൈപ്പ് 1 കൺസ്ട്രക്ഷൻ. ഓൾ സ്ട്രക്ചറൽ കമ്പോണൻറ്റ്സ് ഷുഡ് ബി 4 hour ഫയർ റെസിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കോളം ഉണ്ട്, ഹൊറിസോണ്ടൽ മെമ്പറായിട്ട് ബീമുണ്ട്, സ്ലാബുണ്ട്. നമ്മുടെ ബിൽഡിംഗ് എടുത്താൽ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറൽ മെമ്പർ എന്ന് വെച്ചാൽ ലോഡ് ക്യാരി ചെയ്യുന്ന മെമ്പർ ഇതൊക്കെയാണ്. ഇതാണ് കോളം, ഇതാണ് ബീം, ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ മെമ്പറൊക്കെ 4 മണിക്കൂർ ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായാൽ 4 മണിക്കൂറെങ്കിലും അത് ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അങ്ങനത്തെ ബിൽഡിങ്ങിനാണ് നമ്മൾ ടൈപ്പ് 1 കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. ടൈപ്പ് 3 എന്ന് വെച്ചാൽ 2 hours ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. ടൈപ്പ് 4 എന്ന് വെച്ചാൽ 1 hour ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. മനസ്സിലായോ? ആ രീതിയിൽ നമുക്ക് ഫയർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഓഫ് ബിൽഡിംഗ് അനുസരിച്ച് ബിൽഡിങ്ങിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം.
അടുത്തത് ബേസ്ഡ് ഓൺ ലോഡ് ബെയറിംഗ്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് based on load bearing. Based on the mode of load bearing, load transfer, buildings are classified into two: load bearing masonry building and framed structure. The load bearing masonry structure in which the load of the upper floor and the lower floor are transferred through masonry walls and they transfer this load to foundation. Framed buildings in these type of building framework of columns and beams designed to carry over the load to foundation. ഇനി ഞാൻ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഓൾറെഡി നമ്മൾ കണ്ട നേരത്തെ അതേ ഫിഗർ തന്നെയാണ്. ഇതാണ് മേസൺറി ബിൽഡിംഗ്. ഇതിൻ്റെ അകത്ത് 2 നിലയുണ്ട്. ഈ ടോപ്പ് ഫ്ലോറിലെ വെയിറ്റ് ഈ കോളം വഴി, ഈ മേസൺറി വാൾസ് വഴി നേരെ ഫൗണ്ടേഷനിലേക്ക് പോകും. അവിടെ നിന്ന് സോയിലിലേക്ക് പോകും. അതിൻ്റെ അകത്ത് വേറെ കോൺക്രീറ്റോ കമ്പിയോ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ലോഡ് ബെയറിംഗ് മേസൺറി സ്ട്രക്ചർ. ഇനി ലോഡ് ബെയറിംഗ് ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഫ്രെയിമുകളാണ്, കോളംസും ബീംസും ആയിട്ടുള്ള ഫ്രെയിംസ്. അപ്പോൾ ഈ മുകളിലത്തെ നിലയുടെ വെയിറ്റ് ഈ ബീം വഴി കോളത്തിലേക്ക് പോകും. കോളത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫൗണ്ടേഷനിലേക്ക് പോയി അവിടെ നിന്ന് സോയിലിലേക്ക് പോകും. ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന വാൾസിനൊന്നും വലിയ റോളില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാൾ കൺസ്ട്രക്ട് ചെയ്യും അല്ലേ. ഈ വാൾസിൻ്റെ അകത്തൊന്നും ലോഡ് ബെയർ ചെയ്യുന്നില്ല, ലോഡ് പിടിക്കുന്നില്ല. അത് ലോഡ് മുഴുവൻ വന്നിട്ട് ഈ ബീംസ് വഴി കോളത്തിലേക്ക് പോകും. കോളത്തിൽ നിന്ന് വീണ്ടും താഴത്തെ ബീമിലേക്ക് പോകും. ഇത് വീണ്ടും താഴെ ഫൗണ്ടേഷനിലേക്ക് പോകും. ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രെയിംഡ് സ്ട്രക്ചർ, ലോഡ് ബെയറിംഗ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് പഠിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ആസ് പെർ NBC എന്നായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ജനറലായിട്ട് ചോദിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടായിരിക്കും ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസി എന്ന് ചോദിക്കും. ചിലപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. തിയറി ഒന്നും വലിച്ചു വരെ പഠിക്കേണ്ട. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ അകത്ത് എത്ര ക്ലാസിഫിക്കേഷൻ വരുന്നു എന്ന് പഠിക്കുക, എക്സാമ്പിൾസും പഠിക്കുക. ആ രീതിയിൽ എല്ലാം വായിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു ലെക്ചർ ഒരു 2 തവണ കേൾക്കുക, നോട്ട് എഴുതി എടുക്കുക. ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ലെക്ചറിൽ വീണ്ടും കാണാം. ബൈ.